അതെ, നോക്കിയേ, രാവിലെ തന്നെ ഉലുവച്ചീര പറിക്കാൻ ഇറങ്ങിയതാട്ടോ. ഇന്നിവിടെ ഹർത്താലാണ്. അതുകൊണ്ട് തന്നെ മീനും ഇറച്ചിയൊന്നും കിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും ഈ മീനും ഇറച്ചിയും വീട്ടിലില്ലേയും താനും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കറി മതിയേ. അപ്പോൾ ഇന്ന് ഉലുവച്ചീര പറിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉലുവച്ചീര വെച്ച് ഉപ്പേരി വയ്ക്കും. അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കൂട്ടി ചുട്ടാലൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പക്ഷെ ഇന്ന് അതൊന്നും അല്ല. അപ്പം തുടങ്ങിയാലോ നമുക്ക്. അപ്പം വേണ്ടത് നമ്മളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മളെ കൊച്ചുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. അപ്പം ഞാൻ ഈ ഉലുവച്ചീര ഉണ്ടല്ലോ നമ്മളെ പരിപ്പിലിട്ട് വയ്ക്കാൻ പോകും കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് ഉലുവച്ചീര ഇട്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 6ഓളം വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, 2 പച്ചമുളക് കീറിയത് ഇട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കും. അതിനുശേഷം മാത്രമാണ് ഞാൻ പരിപ്പ് ഇതിലേക്ക് കഴുകിയിടുക കേട്ടോ. ഞാൻ എടുക്കുന്ന പരിപ്പ് ഏതാണെന്ന് വെച്ചാൽ നമ്മളെ ചുവന്ന പരിപ്പാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് എന്താക്കാം, പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ഗ്ലാസ് പരിപ്പാട്ടോ എടുത്തത്. അപ്പം ഞാൻ പരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു തക്കാളിയും കൂടി മുറിച്ചിടണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഇരുന്ന് വേവട്ടെ. എനിക്ക് ഈ പരിപ്പും ഉണക്കമീൻ വറുത്തതും എൻ്റെ പൊന്നുമക്കളെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഭയങ്കര ടേസ്റ്റും. നിങ്ങളങ്ങനെ കഴിച്ചു നോക്ക്. പിന്നെ വേറെ ഇറച്ചി മീനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിവിടെ വേവട്ടെ. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അരമുറി തേങ്ങയും ഒരു 2 ചെറിയുള്ളിയും കൂട്ടിയിട്ടാട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ്ട് മക്കൾ അതെല്ലാം അരച്ച് വെച്ചു. ഇത് പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മന്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. മന്തി ഇല്ലാത്തവർക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം മതി പിന്നെ നമുക്കിതിലേക്ക് എന്താക്കണം, തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് കണ്ടോ നല്ലോണം ഉടച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിലേക്ക് തേങ്ങയും ചെറിയുള്ളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ട് ഇതാട്ടോ ഉലുവച്ചീര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ, കടുക്, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത് വറവിനാവശ്യമായ സാധനം കേട്ടോ. അപ്പം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 1/4 ടീസ്പൂണ് കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കടുക് അവിടെ ഇരുന്ന് പൊട്ടട്ടെ. ഞാൻ കറി ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഉലുവച്ചീര ഉപ്പേരിയും അതുപോലെ തന്നെ ഇങ്ങനെ പരിപ്പിലിട്ട് വെച്ചാലും അതുപോലെ തന്നെ ഞാൻ ചപ്പാത്തിക്ക് വരെ ഉലുവച്ചീര ഇട്ടിട്ട് ചിലപ്പം ചെയ്താലൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. എന്നെയും കാട്ടി ഒച്ചത്തിൽ വന്നിട്ട് എന്താക്കുക, കാക്കി ഒച്ചയുണ്ടാക്കുക. അപ്പം ഞാനിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 4 വെളുത്തുള്ളി കേട്ടോ ഞാൻ ചതച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ കറിയിലും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി കറിയിലൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളൊരു 3ഓളം വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മളെ ഉലുവച്ചീര അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മുറിച്ചൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പറിച്ച് കൊണ്ടുവന്നിട്ട് അത് കണ്ടില്ല, തണ്ടടക്കം തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിതുപോലെ പരിപ്പിൽ മുരിങ്ങയിലയും കൂടി ഇട്ട് വയ്ക്കൂലേ, അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉലുവച്ചീര വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് കാണിച്ചുകൊണ്ടാട്ടോ എടുത്തെടുത്ത് പറയാത്തത്. അപ്പം വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പച്ചക്കറിയൊക്കെ പരമാവധി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒരുവിധമൊക്കെ എൻ്റെ ഇത്താത്തി ആയിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ ഒരുവിധം പച്ചക്കറിയൊക്കെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം മാത്രം നമുക്ക് പരിപ്പിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ട്രൈ ചെയ്യുന്നത് എന്താണെന്നറിയോ, പരിപ്പ് കറി, ഉണക്കമീൻ വറുത്തത്, വേണമെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തി, ഇതൊന്ന് കഴിച്ച് നോക്കും. നിങ്ങൾക്ക് ഒരു മീൻ കറിയോ ഇറച്ചിക്കറിയോ ഒന്നും വേണ്ട കേട്ടോ. ഇത് മാത്രം മതി. പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ പപ്പടവും കൂടി ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. പരിപ്പ് കറി, പപ്പടം, നമ്മൾ ഉണക്കമീൻ വറുത്തത്, തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ കാര്യം കുശാലാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടുപ്പൊക്കെ നല്ല രീതിയിൽ കത്തുന്നുണ്ട് ഇപ്പോൾ. അപ്പം കറിയൊക്കെ നമ്മളിതാ നല്ല രീതിയിലായി. അപ്പം അതിന് ശേഷം മാത്രമാണ് ഞാൻ ഉപ്പിടാത്തത്. ഇത്ര നേരം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പറഞ്ഞു കറിയിൽ ഉപ്പിടുന്ന കണ്ടില്ലല്ലോ എന്ന്. എല്ലാം ഇട്ടതിന് ഇങ്ങനെ വറവൊക്കെ ഇട്ട ശേഷം മാത്രമാണ് ഇതിലേക്ക് ഉപ്പിടുന്നത് കേട്ടോ. അപ്പം കറിയായി, ഇതൊന്ന് ഇളക്കി ഇറക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മൾ പരിപ്പ് കറി ഉലുവയിട്ട സ്പെഷ്യൽ കറി ഇതാണ്ട് മക്കളെ റെഡിയായി. ഇനി എനിക്ക് ഉണക്കമീൻ വറക്കണം. നല്ല ഉണക്കമുള്ളം കിട്ടിയിട്ടുണ്ട്, അത് വറക്കട്ടെ. അപ്പോൾ ഇതാണ്ട്
നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.